ജർമ്മനിയിലുള്ളവർക്ക് സമ്മറിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണ് സെൻറ്റ് പീറ്റേഴ്സ് ഓഡിങ്. അതായത് ജർമ്മനിയുടെ നോർത്ത് സൈഡിലോട്ടായിരിക്കും ഈ ബീച്ച് വരുന്നത്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഹുസും എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുന്ന് സെൻറ്റ് പീറ്റേഴ്സ് ഓഡിങ്ങിലോട്ട് ഡയറക്റ്റ് ഒരു ട്രെയിൻ ഉണ്ട്. ഏകദേശം 1 ഹവറാണ് ട്രാവലിംഗ് വരുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കുറച്ചൊന്ന് നടക്കേണ്ടതായിട്ടുണ്ട്, ഒരു ചെറിയ ട്രക്കിംഗ് പോലെ. അത് കഴിഞ്ഞിട്ട് ഒരു ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഏകദേശം ഒരാൾക്ക് 4 യൂറോയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അത് കഴിഞ്ഞൊരു ബ്രിഡ്ജ് നടന്ന് നമ്മൾ നേരെ പോകുന്നത് ബീച്ചിലോട്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഈ ബീച്ച് റെക്കമെൻഡ് ചെയ്തത് ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിലെ ഡോക്ടറാണ്. പുള്ളിക്കാരത്തിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവിടെ സമ്മറിൽ പോകാൻ പറ്റിയൊരു ബീച്ചുണ്ട്, അപ്പോൾ എന്തായാലും പോകണമെന്ന്. അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനിതങ്ങ് വിട്ടായിരുന്നു. അപ്പോൾ ഓരോ വീക്കെൻഡ് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ബീച്ചിൽ പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിതുവരെ പോയില്ല. അപ്പം ഒരു ദിവസം പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എക്സാക്റ്റായിട്ട് അൻസി എനിക്കൊരു ഡേറ്റ് പറഞ്ഞു തരണം, എന്നാണ് ഞാൻ ഈ ബീച്ചിൽ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഈ വീക്കെൻഡ് എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ബീച്ചിലോട്ട് പോകുന്നത്. ബീച്ച് ഒരു രക്ഷയില്ല. അതായത് നമുക്ക് ഈവനിങ് നല്ലൊരു ക്വാളിറ്റി ടൈം ബീച്ച് സൈഡിലൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ ബീച്ചാണ്. നല്ല കാറ്റ്, നല്ല രസമുണ്ട്. ജർമ്മൻസൊക്കെ ഈ ബീച്ചിൻ്റെ സൈഡ് ഏകദേശം 13-14 കിലോമീറ്ററൊക്കെയാണ് നടക്കുന്നതെന്ന്. എൻ്റെ അടുത്ത് ഡോക്ടർ ചോദിച്ചായിരുന്നു എത്ര കിലോമീറ്റർ നടന്നു എന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ വലിയ കാര്യത്തിൽ പറഞ്ഞു 3-4 കിലോമീറ്ററേ നടന്നു. അത് പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറയാം, ഞങ്ങളൊക്കെ ഇവിടെ പോകുമ്പോഴത്തേക്കും 14-15 കിലോമീറ്ററൊക്കെ ഞങ്ങൾ നടക്കുന്നതെന്ന്. അപ്പം ഞാനൊന്ന് ഞെട്ടിയായിരുന്നു. അപ്പോൾ എന്തായാലും സമ്മറിൽ പറ്റുന്നുള്ളവരൊക്കെ ഈ ബീച്ച് എന്തായാലും വിസിറ്റ് ചെയ്യുക.